ഫുൾ ബോഡി പെയിന്റ് ചെയ്താണ്. അന്ന് ഹെഡ്ലൈറ്റ് ഗ്രിഡ്സ് എല്ലാം നമ്മളൊരു ഫേസ്ലിഫ്റ്റ് ചെയ്തേക്കുന്നതാണ്. കംപ്ലീറ്റ് നമ്മൾ യെല്ലോ പെയിന്റ് ചെയ്തേക്കുന്നതാണ്. ഏറ്റവും മുകളിൽ നിങ്ങൾ എല്ലാ വീഡിയോസിലും കാണുന്നതാണ്. ഇത് ശരിക്കും ഏതാ മോഡല്? ഇത് മോറിസ്, മിനി മോറിസ്. ഏറ്റവും കൊച്ചി പോലത്തെ ഒരു മെട്രോ സിറ്റിയില് ഇത്രയും വലിയൊരു ഷോറൂം. ഈ കളറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്തതാണോ അല്ലെങ്കിൽ ഇതിപ്പോ വർക്കിന് വന്നതാന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് നമ്മളാണ് 300 കൺവേർഷൻ, ലേറ്റസ്റ്റ് 300 മോഡലും 300 ജിയാ സ്പോർട്ട് എല്ലാം നമ്മളാണ് ഫസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ 100 ലേറ്റസ്റ്റ് മെഷീനാണ്, ടോപ്പ് മെറ്റീരിയൽ മെഷീനാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. ഇതിൽ കാണുന്നത് ഒരു എൻഡവർ ആണ്. എൻഡവർ ഫുൾ ബോഡി പെയിന്റിംഗ് ആണ് അവിടെ നടക്കുന്നില്ല, ഫുൾ ബോഡി പെയിന്റിംഗ് നടക്കുന്നുണ്ട്. PPF എല്ലാം നമുക്ക് വൈറ്റ് PPF ഉണ്ടല്ലോ, വൈറ്റ് കാസ്റ്റിൽ വരുന്നത്. അതൊന്നും യെല്ലോയിങ്ങിന് വേറെ ആരും വാറണ്ടി കൊടുക്കുന്നില്ല, നമ്മൾ യെല്ലോയിങ്ങിന് പോലും വാറണ്ടി കൊടുക്കുന്നുണ്ട്. കോട്ടിങ്ങിന്റെ മെറ്റീരിയൽസ് ആണ്. അത് നമുക്ക് എല്ലാത്തിനും ഡിഫറെന്റ് പ്രോഡക്ട്സ് ആയിട്ട് വരുന്നത്. PPF അപ്ലൈ ചെയ്യാനുള്ള സെറാമിക് വരുന്നുണ്ട്, അത് ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്യാൻ, ഫൈബർ പാർട്സിൽ, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ്സിൽ. Hello friends, welcome back to Automotive. I'm in Kochi right now. Today we are exploring India's largest multi-brand body shop. Yes, Onroad. ഇവർക്ക് ഓൾറെഡി മലപ്പുറം കാര്യങ്ങളൊക്കെ ഷോറൂം ഉണ്ട്. ഇപ്പോൾ ഇതാ കൊച്ചിയിൽ വന്നിരിക്കുകയാണ് ഓൺറോഡ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ലെറ്റ്സ് റോൾ ഇറ്റ്. ഓൺ റോഡിൽ നമ്മൾ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഏകദേശം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ മാർക്കറ്റിംഗ് മാനേജറായ വിഘ്നേഷ് കൂടെയുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു ബോഡി ഷോപ്പ് നെക്സ്റ്റ് ലെവൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. എന്താണ് ശരിക്കും ഓൺ റോഡ്? ലൈക്ക് നമ്മളൊരു ബോഡി ഷോപ്പ്, ഒരു എക്സ്ക്ലൂസീവ് ബോഡി ഷോപ്പ് കൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മൾ ഓൺ റോഡാണ്. സോ മലപ്പുറത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്ന് അതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബോഡി ഷോപ്പ് ഉള്ളത്. സോ അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, അതിലും കൂടുതൽ നമുക്ക് വണ്ടികൾ വന്നു, റിസപ്ഷൻ കിട്ടി തുടങ്ങി. സോ അവിടെ നമുക്കൊരു സ്ഥലം പോരാതെ ആയി. കൊച്ചി പോലത്തെ ഒരു മെട്രോ സിറ്റിയിൽ ഇത്രയും വലിയൊരു ഷോറൂം. അപ്പോൾ നമ്മൾ ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ആണ്. ഇപ്പോൾ കുറച്ചുകൂടെ വലുതായി. ഓൾമോസ്റ്റ് 2 acres ഉണ്ട്, 25,000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. സോ ഇന്നത്തേക്കല്ല നാളത്തേക്കും കൂടെ ഉള്ള ഒരു ഫെസിലിറ്റി ആയിട്ട് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 2 months ആവുന്നല്ലോ കഴിഞ്ഞിട്ടുള്ളൂ. ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. കൊച്ചിനെ ഇളക്കി മറിച്ചെന്നാണ് മനസ്സിലായത്. കൊച്ചി നല്ല റിസപ്ഷൻ ആയിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 15 numbers ഓഫ് ഫുൾ ബോഡി പെയിന്റിങ്, ഒരു 12 numbers ഓഫ് റീസ്റ്റോറേഷൻ വർക്ക്സും, പിന്നെ ക്ലെയിംസ് ആണെങ്കിലും വേറെ വണ്ടികളും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്ക് നല്ല റിസപ്ഷൻ ആണ് കൊച്ചി തന്നിട്ടുള്ളത്. മലപ്പുറത്ത് ഏകദേശം സ്റ്റാർട്ട് ആയിട്ട് ഏത് വർഷമായിരുന്നു? നമ്മൾ 4 years ആയി. 4 years 1990 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2019 4 years ആയി. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? പിന്നെ വന്നുകൊണ്ടിരിക്കും കൊച്ചി. പിന്നെ സെലിബ്രിറ്റീസിന് നമ്മൾ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ സെലിബ്രിറ്റീസ് വരുന്നുണ്ട്, പ്രീമിയം കാർസ് വരുന്നുണ്ട്. സോ ഇതിന്റെ ബെനിഫിറ്റ് ഒരു ചെറിയ കാറായിട്ട് ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ അതേ ഒരു പെർഫെക്ഷനിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. സോ വലിയ വണ്ടി ചെറിയ വണ്ടി എന്നല്ല, നമ്മൾ എല്ലാ വണ്ടികളും പെർഫെക്ഷൻ, നമ്മൾ ടാഗ് ലൈൻ പെർഫെക്ഷൻ അഹെഡ് എന്നാണ്. സോ പെർഫെക്ഷൻ ഗ്യാരണ്ടീഡ് ആണ്. അതെ. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ ലോഞ്ച് ആയാലും എല്ലാം നല്ല എന്താ പറയുക, അത്രയും ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ കൂടാതെ തന്നെ നമുക്ക് ബഗ്ഗിലൊരു വിസിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി കാണാൻ പറ്റും. ഈ ഒരു എല്ലാ ബേയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. 36 ബേസ് ഉണ്ട് നമുക്ക് ടോട്ടലായിട്ട്. 2 പെയിന്റ് ബൂത്ത് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മെക്കാനിക്കൽ ബേയും ഡെന്റിംഗ് ബേ അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എസ്പെഷ്യലി ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നപ്പോൾ ഏതൊക്കെ മോഡൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ലിഫ്റ്റ് ഓൾമോസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പ്രീമിയം റീജിയനിലും ഉണ്ട്, ഇതിലുണ്ട്. ടൊയോട്ട നോക്കുകയാണെങ്കിൽ ഇന്നോവ, ഫോർച്യൂണർ, ലാൻഡ് ക്രൂയിസർ, LC ഒക്കെ ചെയ്തിട്ടുണ്ട്. LC എല്ലാം LCയിൽ തന്നെ നമ്മളാണ് 300 കൺവേർഷൻ, ലേറ്റസ്റ്റ് 300 മോഡലും 300 ജിയാ സ്പോർട്ട് എല്ലാം നമ്മളാണ് ഫസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ BMW വരികയാണെങ്കിൽ 3 series, 5 series, 7 series അവൈലബിൾ ആണ്. അതിപ്പോൾ ഏത് മോഡലിലേക്കാണ് യൂഷ്വലി ചെയ്യാറ്? യൂഷ്വലി നമുക്കിപ്പോൾ ഒരു 5 series നോക്കുകയാണെങ്കിൽ 10 to 12 മോഡൽ ടു നമുക്ക് ലേറ്റസ്റ്റ് 2023 മോഡൽ M5ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 series ആണെന്നുണ്ടെങ്കിൽ ഒരു 13-14 മോഡലിനെ ലേറ്റസ്റ്റ് ആയി ചെയ്യാൻ പറ്റും. 7 series ആണെന്നുണ്ടെങ്കിൽ ഒരു 2008 മോഡൽ മുതൽ ഇങ്ങോട്ടെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ
പിന്നെ എസ് ക്ലാസ് ആണ്. എസ് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 12 മോഡൽ ടു ലേറ്റസ്റ്റ് 23 മോഡൽ അത് നമ്മളാണ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആ കിറ്റ് അവൈലബിൾ ആണ്. ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു വേറെ ലെവലിലേക്ക് തന്നെ ആക്കിയിട്ടായിരിക്കും എല്ലാം. ഇപ്പോൾ ഫേസിൽ ചെയ്ത ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് ബോഡി പെയിന്റിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡീറ്റെയിലിംഗ് വേറെയും വരുന്നുണ്ട്. ഡീറ്റെയിൽ സ്റ്റുഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സെറാമിക് ഗ്രഫേൻ, ഇനി PPF ആണെങ്കിൽ PPF വരെ നമുക്ക് ചെയ്യുന്നുണ്ട്. PPF എല്ലാം നമുക്ക് വൈറ്റ് PPF ഉണ്ടല്ലോ, വൈറ്റ് കാസ്റ്റിൽ വരുന്നത്. അതൊന്നും യെല്ലോയിങ്ങിന് വേറെ ആരും വാറണ്ടി കൊടുക്കുന്നില്ല. നമ്മൾ യെല്ലോയിങ്ങിന് പോലും വാറണ്ടി കൊടുക്കുന്നുണ്ട്. GSWF എന്ന മെറ്റീരിയൽ ആണ്. അതെ അല്ലേ, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇൻഷുറൻസ് കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ക്യാഷ്ലെസ് ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ക്യാഷ്ലെസ് ഫെസിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു ബമ്പർ കാറാണ് അല്ലെങ്കിൽ ഒരു ഫുൾ കവർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യം പേയ്മെന്റ് കസ്റ്റമർ അടച്ചിട്ട് പിന്നീട് അവർക്ക് അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓ ആ ഒരു ഫെസിലിറ്റി കൂടി ഉണ്ട്. ഒരു ഡീലർഷിപ്പിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റും. സോ ഡീലർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ബോഡി വർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാരണ്ടി പെർഫെക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ശരിയാണ്, ശരിയാണ്. അതാണ് ഓൺ റോഡിന്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. പിന്നെ എനിക്ക് ഈ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നേരെ ബഗ്ഗിലേക്ക് ഒന്ന് ട്രാവൽ ചെയ്തിട്ട് വരാം. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ നമ്മുടെ കൂടെ ഡീറ്റെയിലിംഗ് സെഷൻ്റെ മാനേജറായ സുജ നമ്മുടെ കൂടെ ഉണ്ട്. ഹായ്. അപ്പോൾ നമ്മൾ ബഗ്ഗിലാണല്ലോ പോകാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. ഈ സൈഡിൽ നിന്നാണ് ബേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടോട്ടൽ ഏകദേശം എത്ര ബേ ഉണ്ട്? 36 ബേ വരുന്നുണ്ട്. എക്സാക്ട്ലി 36 ബേ വരുന്നത്. ഇവിടെയാണ് നമ്മുടെ റീസ്റ്റോറേഷൻ, ഡെന്റിങ് വർക്ക്സ്, അതുപോലെ വീൽ ബാലൻസിങ് ഇതിലാണ് വരുന്നത്. എല്ലാം ഇവിടെയാണ് വരുന്നത്. ടയർ അലൈൻമെന്റ് ഉണ്ടല്ലോ, എല്ലാം ഇവിടെയാണ് വരുന്നത്. നമ്മുടെ 100 ലേറ്റസ്റ്റ് മെഷീനാണ്. ടോപ്പ് മെറ്റീരിയൽ മെഷീനാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാണുന്നുണ്ട്. ഇതൊക്കെ എല്ലാം ക്ലെയിം വർക്ക്സും അതുപോലെ ഇൻഷുറൻസ് ക്ലെയിം വർക്ക്സും നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് 10% ഇൻഷുറൻസ് കമ്പനീസ് നമുക്ക് ടൈപ്പ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എല്ലാം നമ്മൾ ക്യാഷ്ലെസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ വർക്ക്സ് നമുക്ക് എവിടെയാണ് വരുന്നത്. ഇതൊക്കെ എല്ലാം ലാൻഡ് ക്രൂസറിന്റെ റിസ്റ്റോറേഷൻ ഫുൾ ബോഡി പെയിന്റിംഗ് എല്ലാം നടക്കുന്നത്. ഇതെല്ലാം ഫേസ് ലിഫ്റ്റഡ് വണ്ടിയാണ് കേട്ടോ, കംപ്ലീറ്റ് ഫേസ് ലിഫ്റ്റ് ആണ്. ഈ കാണുന്ന അലൈൻമെന്റ് ഒക്കെ അതിൽ തന്നെ, ഈ കാറ്റഗറി തന്നെ എല്ലാം ഇതിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ ഈ ക്വാളിഫൈ, ഹോണ്ട സിറ്റി എല്ലാം റിസ്റ്റോറേഷൻ ആണ്. ഈ കാണുന്നത് നമ്മുടെ പഴയ 5 സീരീസ് ആണ്. ഈ കാണുന്നത് BMW 5 സീരീസ് ഫുൾ ബോഡി പെയിന്റിംഗ് പ്ലസ് M5 കിറ്റ് കൺവേർഷൻ ആണ് വരുന്നത്. ഇതും LC ആണ്, പഴയ LC. ഈ ഹോണ്ട സിറ്റി പഴയ നമ്മുടെ മെഴ്സിഡീസ് 1, 2, 3 ഇതെല്ലാം റീസ്റ്റോറേഷൻ ആണ്. 800 എല്ലാം റീസ്റ്റോറേഷൻ ആണ്. ഈ കാണുന്ന പുണ്ടോ നമ്മൾ ഫുൾ ബോഡി പെയിന്റിംഗ് ചെയ്തതാണ്. മിസ്റ്റിക് ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡിലോട്ട് നമ്മൾ ഫുൾ ബോഡി പെയിന്റ് എടുക്കുന്ന വണ്ടിയാണ്. അതെ അല്ലേ, ഓക്കെ. ഈ കാണുന്ന മെഷീൻ എന്ന് പറയുന്നത് കാറോലൈനർ ആക്സിഡന്റൽ റിപ്പയർ മെഷീനാണ്. അതായത് ഒരു ചാസി ബെൻഡ് ഒരു വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഒരു ഇഞ്ച് പോലും ഡിഫറൻസിലുള്ള ചാസി നിവർത്തിയെടുക്കാൻ പറ്റും. അതിന്റെ മെഷീനാണ് ഈ കാണുന്നത്, കാറോലൈനർ മെഷീനാണ്. ടെക്നോളജി, ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള. പിന്നെ അടുത്ത പേരോട്ട് പോകാം. ഈ കാണുന്ന വണ്ടികളെല്ലാം ഇൻഷുറൻസ് ക്ലെയിം പിന്നെ റീസ്റ്റോറേഷൻ ഒക്കെ വരുന്ന നമ്മൾ പോകുന്നത് ഇവിടെ പെയിന്റിംഗ് സെക്ഷൻ ആണ്. പെയിന്റിംഗ് ഫുഡ് എല്ലാം ഇവിടെയാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ ബൂത്താണ്. കംപ്ലീറ്റ് ഡസ്റ്റ് ഫ്രീ ആണ്. നമ്മൾ ഓൺറോഡ് കസ്റ്റമൈസ് എടുക്കുന്ന ബൂത്താണ്. ഇതിൽ കാണുന്നത് ഒരു എൻഡവർ ആണ്. എൻഡവർ ഫുൾ ബോഡി പെയിന്റിംഗ് ആണ് അവിടെ നടക്കുന്നില്ല, നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ ബോഡി പെയിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന മെഴ്സിഡീസ് നമ്മൾ ഫുൾ ബോഡി പെയിന്റ് ചെയ്താണ്. അന്ന് ഹെഡ്ലൈറ്റ് ഗ്രിഡ്സ് എല്ലാം നമ്മളൊരു ഫേസ് ലിഫ്റ്റ് ചെയ്തേക്കുന്നതാണ്. കംപ്ലീറ്റ് നമ്മൾ യെല്ലോ പെയിന്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ കളർ ലാബ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു കളർ മിക്സ്, കളർ ഷെയ്ഡ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഇവിടെ മിക്സിംഗ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നത്. എല്ലാ ഫെസിലിറ്റി ഇവിടെ വരുന്നത്. അവിടെ ഇൻഷുറൻസ് ക്ലെയിം വർക്ക്സ് ആണ് നടക്കുന്നില്ല. ഈ കാണുന്നത് പഴയ ഹോണ്ട സിറ്റിയുടെ ഫുൾ ബോഡി പെയിന്റിംഗ് ആണ്. ഇതിന്റെ ഫുൾ ബോഡി പെയിന്റിംഗ് നടക്കുന്നില്ല. ഇത് ഇൻഷുറൻസ് ക്ലെയിം ആയിരുന്നു. നമ്മൾ കംപ്ലീറ്റ് ബമ്പേഴ്സും ഹെഡ്ലൈറ്റ്സ് എല്ലാം റീപ്ലേസ് ചെയ്ത് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷുറൻസ് ക്ലെയിം തന്നെയാണ്. ഈ കാണുന്നത് ക്രെറ്റയുടെ തന്നെ ഫുൾ ബോഡി പെയിന്റിംഗ് ആണ്. കംപ്ലീറ്റ് എഞ്ചിൻ കംപ്ലീറ്റ് എല്ലാം നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുള്ള പെയിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബൂത്ത് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ബാക്കി സെക്കൻഡ് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ മോപ്പിംഗ് ബേ ആണ്. കാരണം വാഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് അതിന്റെ ഇന്റീരിയർ വാക്കമിങ്ങും മോപ്പിംഗ് എല്ലാം ഇവിടെയാണ് ചെയ്യുന്നത്. ഇത് പോർഷന്റെ പോർഷെ 911 കരാര S ആണ് വണ്ടി വരുന്നത്. 750+ ഹോഴ്സ് പവർ വരുന്നുണ്ട് വണ്ടിക്ക്. അതെ, നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്.
നമ്മൾ ബോണറ്റ് മാത്രം പെയിന്റ് ഈ ചെയ്തിട്ടുണ്ട്. കളറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്തതാണോ അല്ലെങ്കിൽ അല്ല, ഇത് ഓൾറെഡി ഓൾറെഡി ബോണറ്റ് നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് മാത്രം നമ്മൾ പെയിന്റ് ചെയ്തേക്കാണ്. ഇത് നമ്മുടെ വാഷിംഗ് ബേ ആണ്. വാഷിംഗ് ബേ. ഓക്കെ. വാഷിംഗ് ആണെങ്കിൽ പോലും കംപ്ലീറ്റ് മെഷീനിങ് ആണ്. എല്ലാം വരുന്നത്. ഓട്ടോമാറ്റിക്കലി മെഷീൻ റൊട്ടേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ബോഡി വാഷിംഗ്, അതിൽ മാനുവലി വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അണ്ടർ ബോഡി ആണെങ്കിൽ പോലും തന്നെ ഓട്ടോമാറ്റിക് മെഷീൻ തന്നെ സ്പ്രേ ചെയ്ത് അതിനുള്ള സൗകര്യമുണ്ട്. നമ്മളിവിടെ വാഷിങ്ങിനായിട്ട് ഇപ്പൊ കാർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വാഷ് ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്മൾ വാഷിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ പൈപ്പിലും ഏത് വെള്ളമാണെങ്കിൽ പോലും നമുക്ക് കുടിക്കാൻ പറ്റുന്ന അത്ര പ്യൂരിഫൈഡ് വാട്ടറാണ് കംപ്ലീറ്റ് പൈപ്സിൽ വരുന്നത്. അതുകൊണ്ട് ഇവർ വാഷ് ചെയ്യുന്ന സമയത്ത് പോലും അതിലൊരു കെമിക്കൽ കണ്ടാമിനൻസ് ഒന്നുമില്ല. വണ്ടിയുടെ പെയിന്റിൽ ഈ വാട്ടർ മാർക്സ് പോലെ സംഭവങ്ങളൊന്നും വരില്ല. അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഡീറ്റെയിലിംഗ് ബേ. ഇവിടെയാണ് കംപ്ലീറ്റ് പോളിഷിംഗ് വർക്ക്സും സെറാമിക് ഒന്നും ഇവിടെയല്ല. ഇവിടെ ഇനീഷ്യൽ പോളിഷിംഗ് സ്റ്റേജ് മാത്രമേ ചെയ്യുള്ളൂ. ഇവിടെ പോളിഷിംഗ് ക്ലീനിങ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഡീറ്റെയിൽ നമ്മുടെ സെറാമിക് കോട്ടിംഗ് ബേയിലോട്ട്. അപ്പൊ ഇതിനകത്താണ് ഹീലിംഗ് ടൈം അല്ല. നമ്മൾ എയർ കണ്ടീഷനിൽ നമ്മൾ കംപ്ലീറ്റ് ഒരു നൈറ്റ് കംപ്ലീറ്റ് വണ്ടി നമ്മൾ ഇടും ഹീലിംഗിന് വേണ്ടിയിട്ട്. ആ ക്ലിയർ കോട്ടുള്ള ബോണ്ടിങ് ടൈമിന് വേണ്ടിയിട്ടുണ്ടല്ലോ. ഫുൾ ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്. സെറാമിക് കോട്ടിംഗ് ഫുൾ ബോഡി പെയിന്റ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. അതിന്റെ തന്നെ നമ്മൾ ഗ്രഫീൻ കോട്ടിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ക്ലീനിങ് പ്രോസസ് കാര്യങ്ങളൊക്കെ കാണുന്നതല്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇതിന് നമ്മൾക്ക് ഏകദേശം എത്ര സമയം എടുക്കും ഒരു വണ്ടീൻ്റെ കാര്യം ചെയ്യുകയാണെങ്കിൽ? നമുക്ക് ഗ്രഫീൻ കോട്ടിങ്ങോ സെറാമിക് ഓൾമോസ്റ്റ് 2 to 3 days ആണ് നമ്മൾ പറയുന്നത്. മാക്സിമം ആ ഡേയ്സ് നമ്മൾ അത്ര പറയുന്നുള്ളൂ. PPF ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 4 days to 5 days ഒക്കെ നമ്മൾ പറയും. ഓക്കെ. ഫുൾ ബോഡി പെയിന്റിംഗ് ആകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 25 to 30 days ഒക്കെ അതെന്തായാലും വരുമല്ലോ. ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പെയിന്റിംഗ് ചെയ്യുള്ളൂ. അത്ര പെർഫെക്ഷൻ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ. നമ്മളിവിടെ ഒരു ഫെസിലിറ്റിയോടെ നമ്മളിപ്പോൾ ഉടനെ കൊണ്ടുവരുന്നുണ്ട്. ഇതിലല്ലേ? ഇവിടെ തന്നെ. അത് നമ്മൾ കാർ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഉണ്ട്. കാർ ഹോസ്റ്റൽ. അതായത് ഇപ്പോൾ വിദേശത്തൊക്കെ നോർമലി ഇപ്പോൾ മിക്കവരും വിദേശത്തോട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് വണ്ടി ഇടാനുള്ള സൗകര്യമില്ല. എയർപോർട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലിട്ടിട്ട് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊന്നും വരില്ല. കുറെ നാൾക്ക് ശേഷം വരുവാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാറ്ററി ഡൗൺ ആവോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കാർ ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ അവർക്ക് പോകാൻ നേരത്തെ ഇവിടെ വണ്ടി ഇട്ടിട്ട് പോകാൻ പറ്റും. കംപ്ലീറ്റ് മെയിൻ്റെനൻസ് നമ്മളായിരിക്കും നോക്കുന്നത്. തിരിച്ചു വരുമ്പോൾ അവർക്ക് ഡയറക്റ്റ് വണ്ടി എടുത്തിട്ട് ഒരു ഇഷ്യൂ ഇല്ലാതെ അവർക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോകും. നമ്മൾ അതിന്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളായിട്ട് കവർ ചെയ്യും. നമ്മൾ ഉടനെ അതിന്റെ പ്ലാനിങ്ങിലാണ് കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ. അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഹൈഡ്രോ ഡിപ്പിംഗ് ആണ്. ഹൈഡ്രോ ഡിപ്പിംഗ് ഏരിയ ഇതാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഡിപ്പിംഗ് കാറിലൊക്കെ പാർട്സ് ഏരിയ വരുന്നത്. നമുക്ക് ചില പാനൽസ് ഒക്കെ കംപ്ലീറ്റ് നമുക്ക് ഡിപ്പ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോ ഫുള്ള് കാണാൻ ഒരുപാട് ഏരിയ ഉണ്ടല്ലോ അല്ലേ? ഓൾമോസ്റ്റ് 25,000 സ്ക്വയർ ഫീറ്റ് ആണ്. 2 ഏക്കറോളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഷുറൻസ് കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ടല്ലോ. നമുക്ക് 10+ ഇൻഷുറൻസ് കമ്പനിയുടെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് ആണെങ്കിൽ പോലും എല്ലാം ഫാസ്റ്റ് തന്നെ നമുക്കെല്ലാം ക്ലെയിമും അതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഡീലർഷിപ്പിൽ കൊടുക്കാൻ മടിയുള്ളവർക്കെല്ലാം ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സർവീസ് ഹിസ്റ്ററിയിൽ കയറാൻ അല്ലെങ്കിൽ ഈ ക്ലെയിം കയറുന്ന പേടിയുള്ളവർക്ക് അവർക്ക് ഇവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊന്നും ഒരിക്കലും സർവീസ് ഹിസ്റ്ററിൽ വരില്ല. ഇൻഷുറൻസ് ക്ലെയിം കാണിക്കില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ വരുന്നുണ്ട്. ബാക്കിന്ന് തിരിച്ചിവിടെ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇതിപ്പോ വർക്കിന് വന്നതാന്ന് തോന്നുന്നു അല്ലേ? വർക്കിന് വന്ന വണ്ടിയാണ് ഡിഫൻഡർ. എന്തൊക്കെ വർക്കാന്നുള്ള അറിയാൻ പറ്റുമോ? ഏകദേശം ആക്സറീസ് ഫിറ്റിംഗിന് വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാ ആക്സറീസും ഇതിൽ വരുന്നുണ്ട്. ലൈക്ക് ലാഡേഴ്സും ഇതിന്റെ സൈഡ് ബോക്സ് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് റാക്ക് എല്ലാ ആക്സറീസും നമ്മുടെ ഉണ്ട് ഡിഫൻഡറിന്. പിന്നെ സൈഡ് ക്ലാഡിങ്സ് എല്ലാം പെയിന്റിംഗ് എല്ലാം നമ്മുടെ ഇൻസ്റ്റയിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മൾ ഡിഫൻഡർ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് സൈഡിൽ വരുന്ന ക്ലാഡിങ്സ് ഒന്നില്ലെങ്കിൽ ബോഡി കളർ ആക്കും, അല്ലെങ്കിൽ നമ്മൾ ഗ്ലോസ് ബ്ലാക്കിലോട്ട് നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ എല്ലാ കാണുന്ന ഫൈബേഴ്സ് എല്ലാം കംപ്ലീറ്റ് നമ്മൾ പെയിന്റ് ചെയ്തെടുക്കും. നമ്മളിപ്പോ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരു ഡിഫൻഡർ വന്നിരിക്കുകയാണ് വർക്കിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ തോന്നുന്നില്ല ഇപ്പൊ? വന്നിരുന്നു. നമ്മളിപ്പോ ടിനി ടോമിന്റെ നമ്മളാണ് പെയിന്റ് ചെയ്തത്. സാറിന്റെ വണ്ടി നമ്മളാണ് കിറ്റ്സ് എല്ലാം കിറ്റ് നമ്മൾ ഡെലിവറി ചെയ്തിരുന്നു. അത് നമ്മൾ വൈശാഖ് സാറിന്റെ ഡയറക്ടർ വൈശാഖ് സാറിന്റെ വണ്ടി നമ്മൾ പെയിന്റിംഗ് എല്ലാം ചെയ്തു, ക്ലിയർ ചെയ്ത് കൊടുത്തു. പിന്നെ അതുപോലെ നമ്മുടെ ജീവ സാർ ആളുടെ വണ്ടി നമ്മൾ തന്നെ ചെയ്തു.
അതുപോലെ നിങ്ങൾക്ക് ഇവിടെ മീഡിയ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് ഇൻഹൗസ് മീഡിയ ടീം തന്നെയുണ്ട്. ഇൻഹൗസ് തന്നെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഷൂട്ട് ചെയ്ത് കവർ ചെയ്യാൻ വേണ്ടി അവർ ഓൾറെഡി ഇവിടെ റിസർവ് തന്നെയാണോ? ഫുൾ ടൈം ഇവിടെ തന്നെ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടാവും. ഏറ്റവും മുകളിൽ നിങ്ങൾ എല്ലാ വീഡിയോസിലും കാണുന്നതാണ്. ഇത് ശരിക്കും ഏതാ മോഡല്? ഇത് മോറിസ്, മിനി മോറിസ് ഏറ്റവും 30s മോഡലാണ്. ഓ ഓക്കെ 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 ഓക്കെ. ഇത് കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്താണോ? റിസർവേഷൻ്റെ ബോഡി മാത്രമാണ് ഉള്ളത്. എഞ്ചിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ബോഡി മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷെല്ല് മാത്രമാണ്. ഓക്കെ ഓക്കെ. ഇന്റീരിയർ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി സ്റ്റിയറിംഗ് എല്ലാം മലപ്പുറത്തുള്ള ഷോറൂമിൽ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇത് ഏതാണ്? മോറിസിന്റെ ഏതാണ് മോഡല്? ഇത് 37 മോഡലാണ്. നമ്മൾ കംപ്ലീറ്റ് ഫുൾ ബോഡി പെയിന്റിങ്ങും നമ്മൾ സെറാമിക് കോട്ടിംഗ് എല്ലാം ചെയ്തിട്ടേക്കാണ്. ഓക്കെ. അതെ അതെ. റണ്ണിംഗ് കണ്ടീഷൻ ആണോ? റണ്ണിംഗ് കണ്ടീഷൻ ആണ്. എല്ലാം വർക്കിംഗ് ആണ്, പ്രോപ്പർലി വർക്കിംഗ് ആണ്. അതല്ലേ? ഓക്കെ. പിന്നെ ഇതൊക്കെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇത് നമ്മൾ നോർമൽ ഗ്ലോസ് കോട്ട് പോളിഷും വരുന്നുണ്ട്. വാക്സ് കോട്ട് നമ്മൾ അത് ഫുൾ പോളിഷ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ. ആ കാണുന്ന ഈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രഫീൻ ചെയ്തിരുന്ന വണ്ടിയാണ്. ഡെലിവറി ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പോൾ കറന്റ് ഒരു ഡെലിവറി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോ ശരിക്കും എന്താണ്? നമ്മളൊരു ഡെമോ വെച്ചേക്കുന്നതാണ്. ഈ ഒരു ഏരിയയിലോട്ട് വന്നത് കാണുമ്പോൾ ഒരുപാട് സ്ക്രാച്ചസ് കാണാൻ സാധിക്കും സർഫേസിൽ. അപ്പോൾ നമ്മളൊരു ഡെമോ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്ക്രാച്ചിലുള്ള ഒരു പെയിന്റ് സർഫേസ് ആണെങ്കിൽ പോലും നമുക്കത് കംപ്ലീറ്റ് പോളിഷ് ചെയ്ത് നമുക്ക് ഇത്രയും ഈ ഒരു ഇതിലേക്ക് എത്തിക്കാന്നുള്ള. ഓക്കെ ഓക്കെ. അതൊരു ഡെമോ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്നിട്ട് സെറാമിക് കോട്ടിങ്ങോ ഗ്രാഫീൻ കോട്ടിങ്ങോ കസ്റ്റമർ പ്രിഫറൻസ് പോലെ എങ്ങനെയാണോ നമുക്കത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങളെ ഓൺ പ്രോഡക്ട്സ് തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാം ഓൺ പ്രൊഡക്ട്സ് ആണ്. നമ്മൾ ഈ കാണുന്ന സെറാമിക്കിന്റെ പ്രൊഡക്ട്സ് ആണ്. സെറാ ഷീൽഡ് എന്നാണ് പറയുന്നത്. ഇതിലെല്ലാം കോട്ടിങ്ങിന്റെ മെറ്റീരിയൽസ് ആണ്. അത് നമുക്ക് എല്ലാത്തിനും ഡിഫറെന്റ് പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത്. PPF അപ്ലൈ ഉള്ള സെറാമിക് വരുന്നുണ്ട്. അതുപോലെ ഗ്ലാസ്സിൽ അപ്ലൈ, ഫൈബർ പാർട്സിൽ, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ്സിൽ എല്ലാത്തിനും സെപ്പറേറ്റ് പ്രൊഡക്ട്സ് ആണ്. ക്രോമിലൊക്കെ അപ്ലൈ ഉള്ള സെപ്പറേറ്റ് പ്രൊഡക്ട്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രഫീനും സെയിം റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് തന്നെ വരുന്നത്. എല്ലാത്തിനും ഡിഫറെന്റ് പ്രൊഡക്ട്സ് വരുന്നത്. ഗ്രഫീൻ ഗാർഡൻ ആണ് നമ്മുടെ ബ്രാൻഡിങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് തന്നെയാണ്. ഡാഷ്ബോർഡ് പ്രൊട്ടക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ സെറാമിക് വാഷിന് ഷാംപൂസും കാര്യങ്ങളൊക്കെ ഇതെല്ലാം വാട്ടർ മാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയൽസ് ആണ്. എല്ലാ മെറ്റീരിയൽസും നമ്മൾ അണ്ടർ തന്നെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാണുന്നത് വെച്ചാൽ സൈലൻസർ കോട്ടിന്റെ ഡെമോ ആണ് വെച്ചിരിക്കുന്നത്. ഇത് കോട്ട് ചെയ്യാത്ത ഏരിയ ആണ്. ഇത് കോട്ട് ചെയ്തില്ല. അതിന്റെ ഡിഫറൻസ് നമ്മൾ കാണിക്കാൻ വേണ്ടി ആഫ്റ്റർ ബിഫോർ എന്നുള്ള ഒരു രീതിയിൽ. ഓക്കെ ഓക്കെ. ശരിക്കും എടുത്തറിയുന്നുണ്ട് നല്ലൊരു വ്യത്യാസം തന്നെ. എന്തായാലും പയ്യെ റെസ്റ്റ് ഫോർമേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. കംപ്ലീറ്റ് റെസ്റ്റും ഡാമേജസ് ഒക്കെ വരും. ഇത് ഉള്ള ഏരിയ ആകുമ്പോൾ ആ റെസ്റ്റ് ഫോർമേഷൻ ഒന്നും ഉണ്ടാവില്ല. ശരിയാണ്. അതെ അതെ അതെ. അപ്പോൾ ഓൺ റോഡിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നേരെ കൊച്ചി ഓൺ റോഡ് ഷോറൂമിലേക്ക് വരിക, എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.